പ്രകാശിന് കിട്ടിയതാണ് എന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട. അതുകൂടെ വരണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൂടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി ചാനലിൽ വരണം. എന്തേ അല്ല, എന്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം സോണിയാഗാന്ധി, അതായത് പിന്നെ ഈ അന്നദാനം കഴിഞ്ഞ് അവിടെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് പൂജയ്ക്ക് ശേഷം എന്നോട് പറഞ്ഞു, അവിടെ വെച്ചല്ല പറഞ്ഞത്, അതിനുശേഷം ഇവിടെ ഡൽഹിയിൽ വന്നിട്ടാണ് എന്നെ വിളിക്കുന്നത്. വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ സോണിയാഗാന്ധിയെ കാണാൻ അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്, MP എന്നുള്ള നിലയിൽ കൂടെ വരണം എന്ന് ആവശ്യപ്പെട്ടു. ഞാൻ പോയി. അല്ല, പലപ്പോഴും കോൺഗ്രസ് നേതാക്കന്മാരുടെ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് എടുത്തുന്ന അന്നത്തെ സോണിയാഗാന്ധി സെക്രട്ടറിയായ മാധവനാണ്, അദ്ദേഹം പോറ്റിയുമായി വളരെ അടുത്ത ബന്ധമുള്ള ആൾക്കാരാണ്, അവർ ബ്രാഹ്മണനാണ്. ആ ആൾക്കാരെ സംരക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഈ തരത്തിലുള്ള ഒരു വേട്ടയാടൽ നിന്നു കൊടുക്കുകയാണ്. അല്ല, ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. എന്തായാലും ഞാൻ ഇദ്ദേഹത്തോടൊപ്പം സോണിയാഗാന്ധിയെ കാണാൻ പോയിട്ടുണ്ട്. പോയത് അല്ല, അത് എന്റെ മാന്യതയ്ക്ക് യോജിക്കാത്ത ഒരു കാര്യത്തിന് ഞാൻ സാധാരണഗതിയിൽ ഇത് മാത്രമല്ലല്ലോ, പണ്ടും എന്നെക്കുറിച്ച് അറിയാവുന്ന നിങ്ങളിൽ പല ആളുകളും കാണും, പറയുന്ന ആളുകൾ. നമ്മൾ അങ്ങനെ ഒരാളിനെ ക്രൂശിക്കാൻ ഞാൻ തയ്യാറല്ല. അത് ബാംഗ്ലൂർ വേറെ ഒരു കൂടിക്കാഴ്ചയും നടന്നില്ല. ഞാൻ അവിടെ ഉണ്ട് എന്നറിഞ്ഞ് എന്നെ കാണാൻ വന്നു. എനിക്കൊരു ഗിഫ്റ്റാണ് ഈ കൊണ്ടുതന്നത്. ഗിഫ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന പോലുള്ള ഗിഫ്റ്റുകൾ. അപ്പൊ ഗിഫ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് ഉണ്ടായിരുന്നത് കുറച്ച് ഡേറ്റ്സും മറ്റെന്തോ ചെറിയ സാധനങ്ങളാണ്. ഞാൻ അവിടെ ഉള്ളവർക്ക് തന്നെ അപ്പൊ തന്നെ കൊടുക്കുകയും ചെയ്തു. അപ്പോ അല്ല, അതേക്കുറിച്ച് ഞാൻ പറയാം. എന്റെ ഓർമ്മ, ഞാൻ പൂർണ്ണമായും നിങ്ങൾ കവറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ 2019 നടന്ന സംഭവമാണ്. ആ കവറ് എന്റെ ഓർമ്മ എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മകളുടെ എന്തോ ചടങ്ങ്. അതാണ് ഈ വെഞ്ഞാറമൂട്ടി ഞാൻ പോയി എന്ന് പറയുന്നത്. വെഞ്ഞാറമൂട്ടി പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഇൻവിറ്റേഷനാണ് തന്നതെന്നാണ് എന്റെ ഒരു ഓർമ്മ. ഇതില് ആദ്യം പറഞ്ഞിരുന്നത് പോറ്റിയുമായി മണ്ഡലത്തിൽ നിന്നുള്ള ഒരാളെന്നുള്ള നിലയിൽ ഒരു പരിചയം ആണ് ഉള്ളത് എന്നാണ് പറഞ്ഞിരുന്നത്. ഈ കൂടുതൽ ചിത്രങ്ങളൊക്കെ വരുമ്പോൾ അതുകൊണ്ടാണ് ഈ കൂടുതൽ ചോദ്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അന്ന് ഇങ്ങനെ ഒരു പരിചയം എന്ന് പറയുകയും ഇപ്പൊ കുറച്ചുകൂടെ ബന്ധം ഉണ്ടായിരുന്നു. അല്ല, എന്ത് ബന്ധമാണ്? ഇപ്പൊ ഞാൻ ചോദിക്കാം, ഇപ്പൊ നിങ്ങള് പിന്നെ അവിടെ വന്നിട്ട് എന്നെ വന്ന് കാണുന്നു, ഒരു ചാനൽ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നിങ്ങൾ എന്നെ കാണുമ്പോൾ നിങ്ങളോട് ഞാൻ മാന്യമായി പെരുമാറുക എന്ന് പറയുന്നതാണ് ഒരു പൊതുപ്രവർത്തകന്റെ ലക്ഷ്യം. ആ മാന്യമായി കാണുന്നത് തെറ്റായി നിങ്ങൾ ചിത്രീകരിക്കാൻ പാടില്ല. പിന്നെ ഒരു മരണമായി, കല്യാണമായി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു നിയോജകമണ്ഡലത്തിലെ ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് എൻ്റെ മുൻകാല ചരിത്രം നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്കത് നന്നായി 23 വർഷക്കാലം MLA ആയിരിക്കുകയും മന്ത്രിയായി പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളാണ്. ആ പ്രവർത്തിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ തന്നെ അവിടെ നടക്കുന്ന ഓരോ ചടങ്ങിലും എന്നെ വിളിക്കാറുണ്ട്. മന്ത്രിയായിരിക്കുന്ന സമയത്ത് പോലും എന്നെ വിളിച്ചു എങ്കിലും എനിക്ക് ആ സമയത്തോടി എത്താൻ കഴിഞ്ഞില്ല എങ്കിലും പിന്നീട് ഏതെങ്കിലും സമയത്ത് ഞാൻ ആ വീട്ടിൽ പോകാറുണ്ട്, അവരെ കാണാറുണ്ട്, കണ്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സ്നേഹവും വിശ്വാസവുമാണ് എന്നിൽ അവരർപ്പിച്ചിട്ടുള്ളത്. ചോദിച്ചോളൂ. വിവാദമായി ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ചിത്രങ്ങൾ വരുന്നു, അതിൽ പ്രതിരോധം തീർക്കുന്നു, കാര്യങ്ങൾ സംസാരിക്കുന്നു. പക്ഷെ ഇതെല്ലാം കൂട്ടി യോജിക്കുമ്പോൾ അങ്ങ് വഴിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയിലേക്ക് എത്തിയതെന്ന്. അത് തെറ്റായ ധാരണയാണ്. ആ തെറ്റായ ധാരണ ദയവ് ചെയ്ത് നിങ്ങൾ തിരുത്തുക. അതേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ഇത്രയും സുരക്ഷയുള്ള സോണിയാഗാന്ധിയുടെ അടുത്ത് വരെ എത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, ഇതിൽ ഉൾപ്പെട്ട ഗോവർദ്ധ ഉൾപ്പെടെയുള്ളവര് സോണിയാഗാന്ധിയെ പലതവണ കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളെക്കാളൊക്കെ തന്നെ ഈ കോൺഗ്രസ് എംപിമാരെക്കാട്ടിയും കർണാടകയെക്കാട്ടിയും കൂടുതൽ സ്വാധീനം പോറ്റിക്ക് സോണിയാഗാന്ധിയുടെ അടുത്തുണ്ട്. എനിക്ക് അത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ ആളല്ല. ഈ നടന്ന സംഭവത്തെക്കുറിച്ച് എന്നോട് ചോദിച്ചാൽ അതിന്റെ മറുപടി ഞാൻ പറയും. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറത്ത് അതേക്കുറിച്ചൊന്നും പറയാൻ. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് പിന്നെ 2019-ലോ 20-ലോ നടന്ന സംഭവമാണ്. എനിക്ക് അതേക്കുറിച്ച് നല്ല ഓർമ്മ വരുന്നില്ല. ഞാൻ എന്ന് വിചാരിച്ച് ഓർമ്മ വരുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ നാളെ കൊടുക്കും, അവന് സ്ഥിരബോധം ഇല്ലാത്തവരാണ് എന്ന് മരമുറി ചാനലിൽ കൊടുക്കുമെന്ന് എനിക്കറിയാം. മരമുറി ചാനൽ അത് തന്നെ കൊടുക്കുമെന്ന് എനിക്ക് നന്നായി അറിഞ്ഞുകൊണ്ട് ഞാൻ മറുപടി പറയുന്നു. മരമുറി ചാനൽ സ്ഥിരബോധമില്ലാത്ത ഒരാൾ വന്നിരുന്ന്
കാര്യങ്ങൾ പറഞ്ഞു എന്ന് തന്നെ നിങ്ങൾ കൊടുക്കുമെന്ന് ഉത്തമ ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. താങ്കൾക്ക് ഇതിലൊരു ആരോപണം, ഒരു ദൃശ്യങ്ങൾ പുറത്തേക്ക് നമ്മൾ സംപ്രേഷണം ചെയ്തു, അപ്പോൾ അത് ക്ലാരിറ്റി വരുത്തുക എന്നാണ് ചോദ്യം ഉദ്ദേശിക്കുന്നത്. അല്ല, ഞാൻ അതിൻ്റെ ക്ലാരിറ്റി ആണല്ലോ ഞാൻ പറഞ്ഞത്. അതിൻ്റെ ക്ലാരിറ്റി പറഞ്ഞു. ഞാൻ പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ അങ്ങ് എന്നോട് ചോദിച്ചു എന്താണ് പിന്നെ ശോഭിതനായി സംസാരിക്കും. ഞാൻ ശോഭിതനായി സംസാരിച്ചിട്ടില്ല. ഞാൻ സൗഹാർദ്ദത്തോടു കൂടിയാണ് നിങ്ങൾ എല്ലാവരെയും കണ്ടത്. നിങ്ങൾ എന്നെ രാവിലെ മുതൽ വിളിച്ചല്ലോ, ഞാൻ എന്താ ഫോൺ എടുക്കാതിരുന്നത്? ഒരിക്കൽ മാത്രം എടുത്തു. ഒരിക്കൽ എടുത്തോണ്ട് ഞാൻ നിങ്ങളോട് മറുപടി പറഞ്ഞത് എന്താ, ഞാൻ നിങ്ങളുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതൊന്ന് കണ്ടോട്ടെ എന്നാണല്ലോ മറുപടി. താങ്കളായിരിക്കും ആരാ വിളിച്ചതെന്ന് എനിക്കറിയില്ല. ഏതായാലും എന്നെ വിളിച്ചപ്പോൾ ഞാൻ അങ്ങനെ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ പറയണ്ടേ? അത് പറഞ്ഞില്ലല്ലോ. വാർത്താ സമ്മേളനം തുടങ്ങിയപ്പോൾ പറഞ്ഞത് ഇന്ന് രാവിലെ മുതൽ ഈ വാർത്തകൾ കാണുന്നതെന്നാണ്. ഇപ്പൊ രാവിലെ മുതൽ വാർത്ത കണ്ട് എന്തൊക്കെയാ പറയേണ്ടതെന്ന് ആലോചിച്ച് ഓർത്തെടുത്തു. എന്താണ് തന്ന ക്ഷണക്കത്ത് അത് മാത്രം ഓർത്തെടുക്കാൻ? അല്ലല്ലോ, ഞാനിപ്പോൾ ക്ഷണക്കത്ത് ഇപ്പോൾ എന്നെ നിരവധി ആളുകൾ കല്യാണങ്ങൾക്ക് വിളിക്കാറുണ്ട്. നിരവധി ആളുകൾ മറ്റോരോ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് വിളിക്കാറുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ പണ്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ എന്നതിനെക്കുറിച്ച് ഓർത്തിരുന്ന് പറയാൻ പറ്റുന്നില്ല. അതെ, നിത്യ സന്ദർശകൻ എന്ന് പറഞ്ഞാൽ ഞാൻ പോയ 2 or 3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ അവിടെ പോയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ എൻ്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഒരാളെന്നുള്ള നിലയിൽ പോയി. അന്ന് അദ്ദേഹം ഈ സ്വർണ്ണക്കൊള്ള നടത്തിയതും ശബരിമല കൊള്ളയടിച്ചുകൊണ്ട് പോയ ആളാണ് എന്ന് അറിഞ്ഞുകൊണ്ടല്ല ഞാൻ അവിടെ പോയത്. അങ്ങനെയെങ്കിൽ ഞാൻ അവിടെ പോയില്ല. പിന്നീട് ഒരു തവണ ഞാൻ അവിടെ വീണ്ടും പോയത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം അവിടെ വീട് വെച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ വീടിന്റെ താക്കോൽ ദാനം നിർവഹിക്കാൻ വേണ്ടി പോകണം എന്ന് അറിയിച്ചനുസരിച്ച് അവിടെ പോയി. അതൊരു ക്ഷേത്രത്തിലാണ് പോയത്. ആ ക്ഷേത്രത്തിൽ ചെല്ലുന്ന അവസരത്തിൽ അതിന് അവിടെ ദേവസ്വം ബോർഡ് മെമ്പറോ ആരൊക്കെ ഉണ്ടായിരുന്നു. ആരാ ദേവസ്വം ബോർഡ് മെമ്പർ എന്ന് ഞാൻ ഓർക്കുന്നില്ല, എനിക്കറിയില്ല. അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പർ ആരാണെന്ന് നിങ്ങൾ കണ്ടെത്തിയാൽ മതി. പക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീടിന്റെ അയൽക്കാരൻ പറയുന്നത്, അയൽവാസി പറയുന്നത് താങ്കൾ അവിടുത്തെ നിത്യ സന്ദർശകനാണെന്നാണ്. അല്ല, ഒരു കാര്യം ഞാൻ പറയാം. അയൽക്കാരൻ അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഈ എന്താ നമ്മൾ പെയ്ഡ് ചാനലിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പെയ്ഡ് സാക്ഷികളെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ പെയ്ഡ് സാക്ഷി എന്ന് പറയുന്ന ആളിന്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്ത് എന്നതിനെ കുറിച്ച് നിങ്ങൾ അന്വേഷണം നടത്തുക. ഈ പുളിമാത്തെ വീട്ടിൽ എത്ര നാളെ പോയി എന്ന് നോക്കുന്നത്? കാരണം നിത്യസന്ദർശനായിരുന്നു എന്നാണ് ഇപ്പോൾ. അല്ല, നിത്യസന്ദർശകൻ എന്ന് നിങ്ങളുടെ മരമുറി ചാനലാണ് എന്നെ നിത്യസന്ദർശകനാക്കി മാറ്റിയിട്ടുള്ളത്. അതിപ്പോൾ എത്ര തവണ പോയി എന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തിക്കൂ. നിങ്ങളല്ലേ ഇപ്പോൾ കണ്ടെത്തി ഓരോ കാര്യങ്ങളും സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങൾ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് അത് നിങ്ങൾ തന്നെ കണ്ടെത്തുക. എനിക്ക് പറയാനുള്ള മറ്റ് ചാനൽ ഉള്ള ആളുകളും ആയി ഈ കാര്യങ്ങൾ പറയണം എന്നുള്ളത് കൊണ്ട് മറ്റുള്ള ആളുകളെ കൂടി ഞാൻ അറിയിക്കും. ഏത്? അടൂർ പ്രകാശ് പോയിട്ടില്ല. ഞാനിത് ഇയാള് ഇത്തരക്കാരനാണ് എന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ പോയിട്ടില്ല. എനിക്കറിയില്ല ആരാണ് ആ ആളുകൾ ആരാണെന്ന് എനിക്കറിയില്ല. അയാളോടൊപ്പം ആരോ 1-2 പേരുണ്ടായിരുന്ന എന്റെ ഓർമ്മയാണ്. എനിക്കറിയില്ല രമേശ് ബാബു ഏതാണെന്ന് എനിക്കറിയില്ല. അല്ല, എനിക്കറിയില്ലെന്ന്. അറിയാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങ് ഏത് ചാനലാ? കൈരളി. അതിപ്പോ അന്ന് ചോദിക്കുമെന്ന് എനിക്കറിയാം, കുഴപ്പമില്ല. എനിക്ക് കടകംപള്ളി പറഞ്ഞതിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിൽ കടകംപള്ളി എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. ഏതായാലും ഞാൻ എന്റെ കാര്യം ഞാൻ തുറന്നു. ഇന്നലെ നിയമസഭയിലെ ഇതായിരുന്നു വിഷയം. അപ്പോ ഭരണപക്ഷം UDF-നെതിരെ അല്ലെങ്കിൽ ഭരണപക്ഷം പ്രതിരോധം തീർത്തത് താങ്കളുടെ പേരും സോണിയാഗാന്ധിയുമായി നടത്തിയ പോറ്റിയുടെ കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചിട്ടായിരുന്നു. അപ്പൊ ഇത് അങ്ങനെ നോക്കുമ്പോ സർക്കാരിനെ നന്നായിട്ട് അറ്റാക്ക് ചെയ്യാവുന്ന സമയത്ത് UDF-ന് എതിരായിട്ട് നിൽക്കുന്ന ഒരു ഘടകമായിട്ട് താങ്കളുമായിട്ടുള്ള ഈ ചിത്രങ്ങളും സോണിയാഗാന്ധി. ഞാൻ ഒരു കാര്യം പറയും. കേരളത്തിലെ ചാനൽ എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിന്റെ
നിങ്ങൾ സത്യസന്ധമായുള്ള വാർത്തകൾ കൊടുക്കുന്നവരാണ് എങ്കിൽ സത്യസന്ധമായുള്ള വാർത്തകൾ കൊടുക്കണം. അതിനപ്പുറം ആരെയെങ്കിലും ഒരാളിനെ ടാർഗറ്റ് ഇട്ടുകൊണ്ട് ആ ടാർഗറ്റിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന ആരാണെങ്കിലും അതിനെ യോജിക്കാൻ അടൂർ പ്രകാശിനെ കിട്ടത്തില്ല. ഈ രമേശ് റാവുവിനെ താങ്കൾക്ക് അറിയാമോ? എനിക്കൊരു ഞാൻ താങ്കളോടല്ലേ പറഞ്ഞത്, രമേശ് റാവു എന്ന് പറയുന്ന ആളിനെ എനിക്കറിയില്ല. താങ്കൾ ഇങ്ങനെ അറിയാമോ എന്ന് ചോദിച്ച് പരമുറി ചാനലിൽ നാളെ വരും രമേശ് റാവു അടൂർ പ്രകാശിന്റെ സുഹൃത്താണ് എന്ന് വരെ വേണ്ടി വന്നാൽ പരമുറി ചാനലിൽ പറയും. ഇതിപ്പോ കട്ട് ചെയ്ത് നിങ്ങൾ കൊടുക്കുമെന്ന് എനിക്കറിയാം. ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ കണ്ടതിൽ കുഴപ്പമില്ലെന്ന് പറയുന്നു. ആ സമയത്ത് തന്നെ കടകംപള്ളി സുരേന്ദ്രനും അല്ലല്ല അതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇപ്പൊ കൈരളി ചാനലിന് വേണ്ടി പ്രത്യേകം ഒന്നും പറയാനില്ല. ഇല്ല, അത് ജാഗ്രത പുലർത്തുന്ന ഒരു വിവരം അറിയുമ്പോഴാണ് ഒരാളിനെ കുറിച്ച് ഒരു കള്ളനാണോ മോഷ്ടാവാണോ കൊള്ളസംഘക്കാരനാണോ എന്ന് ഒരാളിനെ കുറിച്ച് കൃത്യമായി അറിഞ്ഞു. ഇപ്പൊ നാളെ നിങ്ങളെക്കുറിച്ച് അറിഞ്ഞാലും ഞാൻ നാളെ നിങ്ങളെ അടുപ്പിക്കത്തില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. നാളെ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു തെറ്റായ ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽ വന്നാൽ നിങ്ങൾ ഇനി എന്തു പറഞ്ഞാലും ഞാൻ നിങ്ങളുമായി ബന്ധം വിച്ഛേദിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പൊതുപ്രവർത്തകനാണ്. ഞാനൊരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ്. എൻ്റെ കഴിഞ്ഞകാല ചരിത്രങ്ങൾ നിങ്ങൾ എടുത്തു പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇക്കാര്യങ്ങൾ പറയുന്നത്. ഇല്ല, എനിക്ക് കടകംപള്ളിയെ കുറിച്ച് മറുപടി പറയാനല്ല ഞാനിവിടെ ഇരുന്നത്. ഞാൻ എൻ്റെ കാര്യങ്ങൾ എന്നോട് ചോദിച്ച കാര്യങ്ങൾക്ക് മറുപടി പറയാനാണ് ഇവിടെ. അടൂർ പ്രകാശ് MP UDF കൺവീനർ ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം നിൽക്കുന്ന ചിത്രം പുറത്തു വന്നത് വിവാദമായതിന് തൊട്ടു പിന്നാലെയാണ് കാര്യങ്ങൾ വിശദീകരിക്കാൻ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിരവധി തവണ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ വസതിയിൽ പോയിട്ടുണ്ട്. ഇതൊന്നും താൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഒരാൾ കുഴപ്പക്കാരനാണ് എന്ന് അറിയുന്നത് വരെ ഉള്ള ബന്ധം മാത്രമേ ഉള്ളൂ. അതിനപ്പുറം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ആ മണ്ഡലത്തിലെ ഉൾപ്പെടുന്ന അംഗം എന്ന നിലയിൽ അദ്ദേഹം ഒരു ആവശ്യം പറഞ്ഞപ്പോൾ ആ കാര്യങ്ങൾ അംഗീകരിക്കുക മാത്രമാണ് ചെയ്തത്. അങ്ങനെയാണ് സോണിയാഗാന്ധിയെ കാണാൻ അപ്പോയിന്റ്മെന്റ് കിട്ടി വന്നപ്പോൾ MP എന്ന നിലയിൽ താൻ കൂടെ പോയത്. അതിനപ്പുറമുള്ള ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടില്ല, മറ്റ് പലരും വ്യാഖ്യാനിക്കുന്നത് പോലെ എന്നാണ് അടൂർ പ്രകാശ് അല്പം മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വിശദീകരിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഒരാളുമായുള്ള ബന്ധം അയാൾ കുഴപ്പക്കാരനാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ താൻ അയാളെ കൂടെ ചേർക്കാറില്ല. അതുകൊണ്ട് നേരത്തെയുള്ള ബന്ധത്തിന്റെ പേരിൽ ഇപ്പോൾ ഈ കാര്യങ്ങൾ വളച്ചൊടിക്കുന്നത് ശരിയല്ല എന്ന നിലയിലാണ് അടൂർ പ്രകാശ് MP-യുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.